ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു വാടക ഗുണ്ടയായ എന്നെ വരെ കബളിപ്പിച്ച് ആ പണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. ആ വിഷ്ണുവിനെ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ? ഇതെന്തിനാന്നറിയോ? ഇനി കുറെ കാലത്തേക്ക് നീ രണ്ട് കാലിൽ നിക്കരുത്. എടാ, നീ എന്റെ ശവം നാളത്തേക്ക് ഒഴുക്കുന്നല്ലടാ പറഞ്ഞേ. എനിക്ക് വേണമെങ്കിൽ നിന്റെയൊക്കെ ശവം ഇന്ന് വേണമെങ്കിൽ ഒഴുക്കണം പന്നെ. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല. വണ്ടിച്ചെലവിനും വട്ടക്കൂലിക്കുള്ളതും വീട് പറ്റാനായിട്ടും. ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം കേട്ടാ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ ഒരൊറ്റ എണ്ണം ഇവിടെ കിടന്ന് കറങ്ങാനും പാടില്ല. പൊക്കോണം. ഇല്ലെങ്കിൽ ഈ വിഷ്ണു ആരാ നീയൊക്കെ ശരിക്കും അറിയും. പന്നി കുടുംബത്തിൽ കയറി പണിയെന്ന് പറഞ്ഞ കുടുംബത്തിൽ കയറി പണിയും കേട്ടാ. അപ്പൊ ബായ്. അപ്പൊ ഡാനിയല്ലേ, ഇപ്പൊ കിട്ടിയ അടിയുണ്ടല്ലോ, അത് നീ അബൂബക്കറിനെ എന്റെ പേരിൽ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്ക്. പാവ ഇതറിഞ്ഞിട്ടെങ്കിൽ അങ്ങേരെ ഒന്ന് ആശ്വസിച്ചോട്ടെ. അപ്പൊ പോട്ടാ. ഇനിയും നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അപ്പൊ പേര് മറക്കണ്ട, ഇടിവള വിഷ്ണു.
ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിഷ്ണുവേട്ടൻ എന്തിന് എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കണം? റസാഖ്, ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ വിഷ്ണുവേട്ടൻ ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പിന്നിലും ഇവനും ഇവന്റെ കൂട്ടാളികളുമാണ്. ഇവനെ വിശദമായിട്ട് ചോദ്യം ചെയ്താ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഡാനിയലേ, നിന്റെ വിളച്ചിലൊന്നും ഇവിടെ എടുക്കല്ലേ. വിഷ്ണുവിനെ കണ്ടെത്താൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഞങ്ങള് തയ്യാറായി നിൽക്കുവാടാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ കൊള്ളും. ഇപ്പൊ കൊണ്ടതിന്റെ ഇരട്ടി കൊള്ളും. ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. വിഷ്ണു നിങ്ങൾ കരുതുന്ന ആളല്ല, മാഡം കരുതുന്ന ആളുമല്ല. ഒരു വാടക ഗുണ്ടയായ എന്നെ വരെ കബളിപ്പിച്ച് ആ പണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. ആ വിഷ്ണുവിനെ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ? വിഷ്ണുവേട്ടനാണോ ആ പണവും കൊണ്ടുപോയത്? ഞാൻ എന്തിനാ മാഡം ഇനിയും നിങ്ങളെ പറ്റിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കിനി കുറെ നാളത്തേക്ക് ജയിൽ ജീവിതം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭർത്താവിനെ കാണാതെ കരഞ്ഞ് വിഷമിച്ച് നടക്കുന്ന നിങ്ങളെ ഞാൻ വീണ്ടും എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? ഭർത്താവിനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അത്രയും വലിയ തുക പറഞ്ഞിട്ടും നിങ്ങൾ അതും ഒപ്പിച്ചോണ്ട് വന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കൗളിപ്പിച്ച് ആ പണം കൊണ്ട് പോവായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നത് വിഷ്ണുവിനെ ഭയം തന്നെയാ. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് എന്റെ കാലവൻ തല്ലി തകർത്തിരിക്കുക.